ഇന്നലെ കേരളക്കരയാകെ ഒരു അല്പം അങ്കലാപ്പോടെ കണ്ട നിമിഷമായിരുന്നു നടുറോഡിലൂടെ മുട്ടിലെഴഞ്ഞു നീങ്ങുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെ മുഖം. നൂറുകണക്കിന് വാഹനങ്ങൾ പായുന്ന റോഡിലൂടെ നീന്തുന്ന പിഞ്ചു കുഞ്ഞിന് രക്ഷകരായത് ബസ് ജീവനക്കാരായിരുന്നു. ഇപ്പോൾ ഇത് സമാനമായ മറ്റൊരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്നും ഊർന്നിറങ്ങി വരുന്ന ഒരു 3 വയസ്സുകാരുടെ വീഡിയോ ആണിത്. സംഭവം നടന്നതാകട്ടെ കേരളത്തിലല്ല, അങ്ങ് ലണ്ടനിലാണ്. ഫ്ളാറ്റിന്റെ മുകൾ നിലയിലെ ജനൽ വഴി പുറത്തിറങ്ങി ഉയരത്തിൽ തൂങ്ങി നിന്ന കുഞ്ഞിനെ സാഹസികമായി രക്ഷപ്പെടുത്തുന്ന വീഡിയോ ആണ് ഏവരുടെയും ഹൃദയം കീഴടക്കിയത്. ഈ സംഭവത്തിൽ കയ്യടി നേടുന്നതാവട്ടെ ഒരു മലയാളി യുവാവും. ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന രീതിയിൽ കുഞ്ഞ് ജനൽ വരികളിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് തെരുവിൽ ആളുകൾ പരിഭ്രാന്തരായി തടിച്ചുകൂടുകയായിരുന്നു. കുട്ടിയെ താഴെ നിന്ന് താങ്ങാനായി ചിലർ കൈകൾ നീട്ടുകയും ചെയ്തു. ഇതിനിടെ കടയുടെ മുകളിലെ ഷെഡിലേക്ക് ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് ഉദ്യോഗസ്ഥൻ കയറുകയും ചെയ്തു. ഉടൻ തന്നെ മലപ്പുറം എടപ്പാൾ ചങ്ങരംകുളം സ്വദേശി മുഹമ്മദ് ജാസിലും കുഞ്ഞിനെ രക്ഷിക്കാനായി മുകളിലേക്ക് കയറുകയായിരുന്നു. താഴെ കുഞ്ഞിനെ പിടിക്കാനായി നിലയുറപ്പിച്ച് മുഹമ്മദ് ജാസിന്റെ കൈകളിലേക്ക് കുഞ്ഞ് പിടിവിട്ട് വീഴുകയും കുഞ്ഞിനെ ഇയാൾ സംരക്ഷിക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാം. സംഭവ സമയത്ത് അപകടം നടന്ന കെട്ടിടത്തിന്റെ അതേ നിലയിലുള്ള മറ്റൊരു കെട്ടിടത്തിലെ 2ാം നിലയിലെ താമസ സ്ഥലത്തു നിന്നും സുഹൃത്തിനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് ജസീൽ. ഡ്യൂട്ടിക്കായി തയ്യാറെടുക്കുന്നതിനിടെയാണ് പുറത്തുനിന്നുള്ള അസാധാരണമായ ബഹളം മുഹമ്മദ് ജസീലിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് ജസീൽ മറ്റൊന്നും ചിന്തിക്കാതെ പുറത്തേക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള ഷർട്ട് ധരിക്കും മുൻപേ ഓടിയെത്തി. സ്വന്തം മുറിയിൽ നിന്നും അപകട സ്ഥലത്ത് പെട്ടെന്ന് എത്തുവാൻ ജനൽ വഴി ചാടിയാണ് എത്തിയത്. ഇതിനോടകം ജനക്കൂട്ടവും പോലീസും കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടിയുടെ പിടി നിമിഷം തോറും ദുർബലമാവുന്നുണ്ടായിരുന്നു. താഴെ നിന്നിരുന്ന മുഹമ്മദ് ജസീലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കുട്ടിയുടെ താഴെ സുരക്ഷിതമായി നിലയുറപ്പിച്ചു. ഒടുവിൽ എല്ലാവരുടെയും ഹൃദയം നിലച്ചുപോയെന്ന് തോന്നൽ സൃഷ്ടിച്ച നിമിഷത്തിൽ കുട്ടിയുടെ കൈ ജനൽപ്പടിയിൽ നിന്നും വഴുതി. താഴേക്ക് പതിച്ച കുഞ്ഞിനെ മുഹമ്മദ് ജസീൽ സുരക്ഷിതമായി താങ്ങിയെടുത്തു. കുഞ്ഞിനെ താങ്ങിയെടുത്ത സമയം പോലീസ് ഉദ്യോഗസ്ഥനും സഹായിച്ചു. കുട്ടിയെ താഴെയുള്ള ജനലിലൂടെ തിരികെ ഫ്ളാറ്റിനുള്ളിലേക്ക് സുരക്ഷിതമായി കയറ്റുകയും ചെയ്തു. കുഞ്ഞിനെ സുരക്ഷിതമായി ഉള്ളിലേക്ക് മാറ്റിയതോടെ തെരുവിൽ ശ്വാസമടക്കി പിടിച്ചിരുന്ന ജനങ്ങൾ കയ്യടികളോടെയാണ് രക്ഷാപ്രവർത്തകരെ വരവേറ്റത്. ജസീലിന്റെ രക്ഷാപ്രവർത്തനം വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഇതോടെ എങ്ങും അഭിനന്ദന പ്രവാഹമാണ്. മലപ്പുറം ആലങ്കോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സുലൈമാൻ മാന്തളത്തിന്റെ മകനാണ് ജസീൽ. സംഭവത്തിന് പിന്നാലെ മുഹമ്മദ് ജസീലിനെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്ററും ഇന്ത്യൻ ഓവർസീസ് യൂത്ത് കോൺഗ്രസ് UK കേരള ചാപ്റ്ററും ചേർന്ന് അഭിനന്ദിച്ചു. AOC UK കേരള ചാപ്റ്റർ പ്രസിഡന്റ് സുജു കെ ഡാനിയലിന്റെയും AYC UK കേരള ചാപ്റ്റർ പ്രസിഡന്റ് എഫ്രൈം ജാം മച്ചപ്പള്ളിന്റെയും നേതൃത്വത്തിൽ ഈസ്റ്റ് ഫാമിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ജസീലിനെ അനുമോദിച്ചത്. ചടങ്ങിൽ കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശന്റെ ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകം മുഹമ്മദ് ജസീലിന് ഉപഹാരമായി കൈമാറി. അഭിനന്ദന ചടങ്ങിൽ ബിബിൻ ബോവച്ചൻ, ഷൈനു മാത്യു, ഷിജൻ ജോസഫ്, ഹിജനസ് ഫെർണാണ്ടസ്, നിധിൻ തോമസ്, ജിബു ജോർജ്, അഭിഷേക് റോയി, ഷിജിൻ തോമസ് എന്നിവരും ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്തു. എന്തായാലും മലയാളികൾ ഇങ്ങനെയാണ് എന്നുള്ളത് ലണ്ടനിൽ ചെന്ന് താമസമാക്കിയ ഒരു വ്യക്തി തന്നെ ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ മുൻകൈ എടുത്ത കാഴ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം നിറഞ്ഞ തന്നെ.